രാജുവും രാധയും മായാവിയെ കാണാൻ കാട്ടിലെത്തി. രാജു, ഇന്ന് നമുക്ക് മായാവിയെ ഒന്ന് പറ്റിക്കാം. അതെ. ഓം ഹ്രീം കുട്ടിച്ചാത്ത, ഓം ഹ്രീം. നമുക്ക് ഈ മരത്തിൽ കയറി മറവിൽ ഒളിക്കാം. കുട്ടികൾ ഇവിടെ നിന്നാണല്ലോ വിളിച്ചത്. അല്പം നേരം കാത്തിരിക്കാം. പെട്ടെന്ന് അയ്യോ, ആ പഴം തലയിൽ വീണപ്പോൾ മായാവി ബോധം കെട്ട് വീണല്ലോ. വരൂ. പക്ഷേ നമ്മുടെ മായാവിയല്ലേ പോത്തുപോലെ കിടന്നുറങ്ങുന്നത്. ഇവനെ ഞാനിന്ന് വെച്ചേക്കൂല. കേരള കുപ്പിയിൽ. നമ്മൾ കാരണം രാജു ആകെ കുഴപ്പമായടേ. അതെ. ആ പഴത്തിന് എന്തോ മാന്ത്രിക ശക്തി കാണും. അതെ, അത് വീണാൽ ആളുകൾ മയങ്ങുമെന്ന് തോന്നുന്നു. എങ്ങനെയും മായാവിയെ രക്ഷിക്കണം. ശരിയാ. അപ്പോൾ അല്ല ഡാഗിനി, മായാവിയെ പിടിച്ചോ? പിടിച്ചെന്നേ. ഇവൻ ഇവിടെ കിടന്ന് പൊരിഞ്ഞ ഉറക്കം. ദാ കൂടുതൽ അപകടം. രാജു, എനിക്കൊരു സൂത്രം തോന്നുന്നു. ഉടനെ. ഡാഗിനി, ദേ രാജു. നിൽക്കട അവിടെ. അയ്യോ. എന്തേടാ രാധ? പനിയ. ഏതായാലും ഇനി ഒന്നിനെ കൂടി പിടിച്ചാൽ മതി. ഫിംഫോം, സത്യം പറ, എന്തിനാടാ ഇവിടെ വന്നത്? നിധി എടുക്കാനാണേ. അങ്ങനെ വഴിക്ക് വാ. പറയടാ, എവിടെടാ നിധി? ആ മരം പിടിച്ച് കുലുക്കിയാൽ നിധി കിട്ടുമെന്നാ മായാവി പറഞ്ഞത്. ഹമ്പടാ, സിമ്പിൾ. കുട്ടുസ, നേരം കളയണ്ട. അല്ല പിന്നെ. നിങ്ങളുടെ സൂത്രം ഉഗ്രൻ.